ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മാലതിയും ഗംഗാധരനും ചോദിക്കുന്നുണ്ട് കേട്ടോ, വൈജ നിന്നെ തല്ലിയല്ലേ എന്ന് പറയുമ്പോൾ നമ്മുടെ അലീന പറയും അത് സാരമില്ല. അന്നേരം നമ്മുടെ ഗംഗാധരൻ അലീനയുടെ അടുത്ത് പറയുന്നുണ്ട്, ഇവിടെ നടന്ന എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾക്ക് മനസ്സിലായി, എങ്കിലും നിന്നെ സമ്മതിക്കാതെ പറ്റില്ല. ഇത്രയും ക്ഷമിച്ചു സഹിച്ചു നീ ഇവിടെ പിടിച്ചു നിന്നല്ലോ എന്ന് ചോദിക്കണേ. എന്നിട്ട് അതിന്റെ ഒപ്പം പറയുന്നുണ്ട് കേട്ടോ, അലീന നീ ഏതായാലും ഇവിടുന്ന് പോകാൻ പാടില്ല, ഇവിടെ തന്നെ തുടർന്നേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, അയ്യോ ഞാൻ പോവല്ലേ ഇവിടുന്ന് നല്ലത്. അല്ല അലീന, നീ ഇവിടെ നിൽക്കണം, നീ കൂടെ പോയാൽ ഈ കുടുംബം നശിച്ചു പോവും. ബാലചന്ദ്രൻ വയ്യാത്ത സമയത്ത് അയാൾക്ക് ഏക പിടിവള്ളി നീ തന്നെയാണ്. നീ കൂടെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ബാലചന്ദ്രൻ ഈ കുടുംബം നശിപ്പിക്കും. അങ്ങനെയൊന്നും നീ ചെയ്യരുത് എന്ന് പറയുമ്പോൾ നമ്മുടെ അലീന ചോദിക്കുന്നുണ്ട്, ബാലേന്ദ്ര സാറ് അങ്ങനെ സ്വന്തം കുടുംബം നശിപ്പിക്കോ? ഉവ്, ആ ഒരു അവസ്ഥയിലാണ് അദ്ദേഹം. പിന്നെ നിന്നോടൊരു കാര്യം പറയാണ്, ഇവിടെ നടന്ന വഴക്കിന് കാരണം ബാലേന്ദ്രന് വൈജയന്തിയിൽ ഒരു സംശയം തോന്നിയിട്ടുണ്ട്. അതാണെന്ന് പറയുമ്പോൾ എന്ത് സംശയമാണെന്ന് ചോദിക്കാൻ കേട്ടോ അലീന. വൈജയന്തി ബാലചന്ദ്രനെ ചീറ്റ് ചെയ്തു എന്നുള്ള ഒരു സംശയമാണ് ബാലചന്ദ്രൻ ഇപ്പോൾ ഉള്ളത്. അത് നമ്മൾ വിചാരിച്ച ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് ശാന്തമായിട്ട് നിന്ന് ഒന്ന് തണുക്കണം. അതിനുവേണ്ടി നമ്മൾ ക്ഷമയോട് കൂടിയിട്ട് കാത്തിരിക്കണം. അതിനുവേണ്ടി നീ ഇവിടെ നിന്നാലേ പറ്റുള്ളൂ എന്ന് പറയാണ് അലീനയോട് കേട്ടോ. പിന്നെ ഒരു കാര്യം, നിന്നെ ഇവിടുത്തെ ഹോം നേഴ്സായിട്ടോ വേലക്കാരിയായിട്ടോ ഒന്നുമല്ല ഞങ്ങൾ കാണുന്നത്, വൈജയന്തിയുടെയും ബാലചന്ദ്രന്റെയും മൂത്ത മകളായിട്ടാ എന്ന് പറയുമ്പോൾ അലീനയ്ക്ക് അത് സന്തോഷം കൊണ്ടാണോ സങ്കടം കൊണ്ടാണോ എന്നറിയില്ല, വല്ലാത്തൊരു മുഖഭാവമാണ് കേട്ടോ. അപ്പോ മാലതി പറയുന്നുണ്ട്, ഞങ്ങൾ വന്നിട്ട് ഇന്നത്തേക്ക് 5 ദിവസമായി. ഒരുപാട് ദിവസം ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ, അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ പോവാണ്. അലീന എന്തായാലും ഇവിടുന്ന് ഒരിക്കലും എങ്ങോട്ടും പോവരുത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങളെ ഉടനെ വിളിക്കണം എന്നൊക്കെ പറയാണേ. പിന്നെ അമ്മയുടെ ഫോൺ നമ്പർ എനിക്കറിയാലോ, അതിലേക്ക് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോളാന്ന് പറയുന്നുണ്ട് കേട്ടോ ഗംഗാധരൻ. അതുകൊണ്ട് ഈ കുടുംബം നിന്നെ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് എന്നൊക്കെ പറയണേ. അങ്ങനെ അലീനയെ അവിടെ പിടിച്ചു നിർത്തുന്ന എല്ലാ രീതിയിലും അവർ തന്നെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അവർ രണ്ടുപേരും കൂടെ ബാലചന്ദ്രനെ കാണാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് പോകും. അപ്പോൾ വാതിൽ മുട്ടാണ് കേട്ടോ അവര്. ആ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ പറയും, ക്ലോസ് ചെയ്തിട്ടില്ല, തുറന്നിങ്ങ് പോരുക എന്ന് പറയണേ. ഓ നിങ്ങളാണോ? നിങ്ങൾ എന്നെ കാണാൻ ഹോസ്പിറ്റലിൽ വന്ന കാര്യം ഞാൻ അറിഞ്ഞു. ഞാനിവിടെ സഹിക്കാവുന്നതിന്റെ പരമാവധി അളവിൽ നിൽക്കുവാണേ. ഇനിയും നിങ്ങളുടെ പെങ്ങൾ കാരണം എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ എന്തെങ്കിലും ചെയ്തു പോവും. അപ്പോൾ നമ്മുടെ ഗംഗാധരനാണെങ്കിൽ പറയും, ഞങ്ങൾ ഒരിക്കലും ബാലചന്ദ്രനെ കാണാൻ വന്നത് വൈജയ്ക്ക് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, ബാലചന്ദ്രന്റെ ഒപ്പം നിൽക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ, അയ്യോ നിങ്ങളുടെ ഒരു സഹായവും എനിക്ക് മരണം വരെ ആവശ്യമില്ല എന്ന് പറയാനും നമ്മുടെ ബാലചന്ദ്രൻ, നിങ്ങൾ എനിക്കിട്ട് പണിതൊക്കെ മതി, ഇനി കൂടുതൽ പണിയാൻ വേണ്ടിയിട്ട് വരണ്ട എന്നും പറയുന്നുണ്ട്. ഞാൻ ഈ വീടിന്റെ മൂലയിൽ ഒരു ഭാഗത്താണ് കിടക്കുന്നത്, എന്നിട്ടും നിങ്ങളുടെ പെങ്ങൾ എന്നെ ചൊറിയാൻ വന്നാലുണ്ടല്ലോ വെച്ചേക്കില്ല ഞാൻ എന്ന് പറഞ്ഞിട്ട് തലനക്കടിയിൽ ആ തോക്കിങ് വലിച്ചെടുക്കുകയാണ് കേട്ടോ. അന്ന് എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ പെങ്ങൾ ഇന്ന് ജീവനോടെ കാണില്ലായിരുന്നു. ഇനിയും അവളോട് എന്നെ ചൊറിയാൻ വരരുത് എന്ന് നിങ്ങളായിട്ട് പറഞ്ഞേക്കണം. എന്റെ ഹൃദയം പഴുത്ത് നീറിയിരിക്കുക, ഇനിയും അത് ചുട്ടരിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുവാണേ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ, വൈജയോട് ഞങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്, അതുപോലെ അലീനയോടും ഈ കുടുംബം ഇട്ടെറിഞ്ഞു പോവരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ബാലചന്ദ്രന് മൊത്തത്തിലൊരു സംശയം വരിക കേട്ടോ. അലീന അവൾ ആരാണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ, അവൾ ആരെങ്കിലും ആവട്ടെ, അവളോട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ്. ഇതൊക്കെ കേട്ടും പറഞ്ഞു അവര് താഴേക്ക് ഇങ്ങനെ ഇറങ്ങി പോവുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഗംഗാധരൻ വൈജയന്തിയുടെ മക്കളെ വിളിച്ചിട്ട് അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. കൂടെ അലീനയുണ്ട് കേട്ടോ. എന്നിട്ട് ഗംഗാധരൻ പറയുന്നുണ്ട്, ഈ കുടുംബത്തിലെ ഒരു വലിയ താളപ്പിഴ നടന്നിട്ടുണ്ട്, അത് നിങ്ങളും ചിന്തിക്കുന്നതിൽ അപ്പുറത്താണ്. അതൊന്ന് ആറി തണുത്ത് വരാൻ കുറച്ച് സമയമെടുക്കും, അതുവരെ നിങ്ങളും വെയിറ്റ് ചെയ്തിരിക്കണം, എല്ലാവരും വിവേചനത്തോടെ പെരുമാറുക. അപ്പോൾ രോഹിത് ചോദിക്കും, ഇവിടെ ഇപ്പൊ അമ്മയാണ് തെറ്റുകാരി അച്ഛനാണോ എന്ന് ചോദിക്കുമ്പോൾ, ഇത്ര നേരം ഞാൻ സംസാരിച്ചിട്ട് നിനക്കത് മനസ്സിലായില്ലെങ്കിൽ പിന്നെ എന്ന് ഗംഗാധരൻ പറയുമ്പോൾ, അതെനിക്ക് മനസ്സിലായി, അച്ഛന്റെ മനസ്സിൽ അമ്മയോട് എന്തൊക്കെയോ സംശയങ്ങൾ ഉണ്ടെന്ന്, അതിന് ഇങ്ങനെയൊക്കെയാണ് കാണിച്ചു കൂട്ടുകയെന്ന് ചോദിക്കാട്ടോ രോഹിത്. അപ്പോഴേക്കും ബബിത പറയുന്നുണ്ട്, അമ്മയെ കുറെ വഴക്കിട്ടു, തല്ലും കിട്ടി, അതുപോലെ അച്ഛനെയും പറഞ്ഞ് മനസ്സിലാക്കാലോ, അച്ഛന് ക്ഷമിച്ചാൽ എന്താ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ ഇപ്പൊ വീണ് കിടക്കല്ലേ, അദ്ദേഹത്തിന്റെ അവസ്ഥ ഇപ്പൊ അങ്ങനെയാണ്, അതുകൊണ്ട് അത്തരത്തിലുള്ള സംസാരമൊന്നും ബാലചന്ദ്രന്റെ അടുത്ത് നടക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോ കൃഷ്ണയും പറയുന്നുണ്ട് കേട്ടോ, ഞങ്ങളിപ്പോ ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, ഞാനും മാലതിയും പറയുന്നത് നിങ്ങൾ അനുസരിച്ചേ പറ്റുള്ളൂ, നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കി പോവാ, അവരുടെ വിഷയത്തിൽ നിങ്ങൾ തലയിടാൻ പോണ്ട, അലീനയുടെ വഴിക്ക് നടന്നോളും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അമ്മയോട് നിങ്ങൾ തന്നെ പറയുക, അച്ഛനെ വെറുതെ വിടാൻ വേണ്ടിയിട്ട്, അച്ഛന്റെ അടുത്തേക്കേ പോകണ്ടെന്ന് പറഞ്ഞേക്ക് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണേ. അപ്പോ ബബിത പറയുന്നുണ്ട്, അമ്മ പറഞ്ഞതുപോലെ
പോലെ തന്നെ ഇവളിവിടെ വന്നതിന് ശേഷമാണല്ലോ ഇവിടുത്തെ വഴക്ക് തുടങ്ങിയത്. അപ്പോൾ ഇവളെ അങ്ങ് പറഞ്ഞു വിട്ടാൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ മാലതി പറയുന്നുണ്ട് കേട്ടോ, അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടാൽ തീരില്ല പ്രശ്നങ്ങൾ. ഇനി അത്രയ്ക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ തന്നെ അത് ബാലചന്ദ്രൻ വേണം തീരുമാനിക്കാൻ. ബാലചന്ദ്രൻ തീരുമാനിച്ച് ഇവിടെ പറഞ്ഞു വിടണം. അതേതായാലും നടക്കില്ല എന്ന് പറയുന്നുണ്ട്. ഇത്രയൊക്കെ സംസാരിച്ചിട്ട് നമ്മുടെ ഗംഗാധരന്റെ തൊണ്ട അങ്ങ് വരളുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അലീനയോട് പോയി ചോദിക്കുന്നുണ്ട്, മോളെ അല്പം വെള്ളം എന്ന് പറയുമ്പോൾ അലീന അത് എടുത്തു കൊടുക്കുന്നത് നോക്കി നമ്മുടെ രോഹിത്തും കൃഷ്ണയും ബബിയും നോക്കി നിൽക്കും കേട്ടോ. അത് എടുത്തു കഴിഞ്ഞതിന് ശേഷം അപ്പോൾ രോഹിത്തിനെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അലീന. അത് ശ്രദ്ധിച്ച് നിൽക്കുന്നുണ്ട് നമ്മുടെ ഗംഗാധരൻ. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.